യോഗ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങളോട് സംസാരിക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പലരും ഇക്കാര്യം ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് മിക്കവർക്കും യോഗയുടെ യഥാർത്ഥ ഗുണങ്ങൾ ലഭിക്കാതെ പോകുന്നത്. യോഗാസനങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ, പേശികളെ അല്ലെങ്കിൽ മസിലുകളെ ഒക്കെ വലിച്ചു നീട്ടാനായി മാത്രം രൂപകൽപ്പന ചെയ്തതല്ല. അടഞ്ഞുകിടക്കുന്ന ഒരു വീടോ മുറിയോ തുറന്ന് അവിടെ കെട്ടിക്കിടന്ന പഴയ അല്ലെങ്കിൽ ദുഷിച്ച വായുവിനെ പുറന്തള്ളി ആ സ്ഥാനത്തേക്ക് ശുദ്ധമായ കാറ്റ് ഒഴുകിയെത്താൻ അനുവദിക്കും പോലെയാണ് ഓരോ യോഗാസനങ്ങളും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ശരീരത്തിലെ പിരിമുറുക്കങ്ങൾ മാത്രമല്ല, കാലാകാലങ്ങളായി അതിലടിഞ്ഞുകൂടിയ മാനസിക സംഘർഷങ്ങളുടെ, സങ്കടങ്ങളുടെ, വൈരാഗ്യത്തിൻ്റെ, വേദനകളുടെ, പുറത്തുവിടാതെ കൂട്ടിവെച്ച ദേഷ്യങ്ങളുടെയും ചിന്തകളുടെയും വികാരങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ നിശബ്ദമായി നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ വളർത്തുന്ന മാലിന്യ കൂമ്പാരങ്ങളെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാൻ അനുമതി നൽകലാണ് ഓരോ യോഗാസനവും. അതോടൊപ്പം ഓരോ കോശങ്ങളിലും ശുദ്ധമായ പ്രാണവായുവിനെ നിറയ്ക്കാനുമാണ് നമ്മൾ യോഗാസനം ചെയ്യുന്നത്. അതിന് സാധിക്കും വിധം നമ്മുടെ ശരീരത്തിൻ്റെ വാതിൽ തുറക്കാൻ സഹായിക്കുന്ന താക്കോൽ എന്താണെന്നറിയാമോ? നിങ്ങളുടെ ശ്വാസം. നമ്മളൊരു യോഗാസനത്തിലായിരിക്കുമ്പോൾ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും സാവകാശം പൂർണ്ണമായി ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ വെറും വായുവിനെ മാത്രമല്ല നമ്മൾ ഉള്ളിലേക്കും പുറത്തേക്കും ചലിപ്പിക്കുന്നത്, നമ്മുടെ മുഴുവൻ ശരീരത്തെയും പോഷിപ്പിക്കുകയാണ്. ഇതുവരെ മുറുകിപ്പിടിച്ചിരുന്ന അതേ കോശങ്ങളിലേക്ക് പുതിയ എനർജി എത്തിക്കുകയാണ്. യോഗാസനത്തിൽ നമ്മളിങ്ങനെ ശ്വസിച്ച് ആസ്വദിച്ചിരിക്കുമ്പോൾ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി സംഭവിക്കാൻ തുടങ്ങും. നമ്മുടെ ശരീരം നമ്മോട് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. തെറ്റിദ്ധരിക്കേണ്ട, ശരീരം വാക്കുകളിലൂടെ അല്ല സംസാരിക്കുന്നത്, അത് സംവേദനങ്ങളിലൂടെയാണ്, സെൻസേഷൻസിലൂടെയാണ്. ചെറിയൊരു ടൈറ്റ്നെസ്, അല്ല ഒരു വാംത്, ഇളം ചൂട്, നമ്മുടെ ഹൃദയമിടിപ്പിലെ ഏറ്റക്കുറച്ചിലുകളിലൂടെ, തൊണ്ടയിലൂടെ വിഴുങ്ങിപ്പോകുന്ന ഉമിനീരിലൂടെ, കോട്ടുവായിലൂടെ അല്ലെങ്കിൽ യോണിങ്ങിലൂടെ, അതല്ലെങ്കിൽ ഒരു നെടുവേർപ്പിലൂടെ, വേദനയിലൂടെ അല്ലെങ്കിൽ വേദന വിട്ടുപോകുന്ന ആശ്വാസത്തിലൂടെ. ഇതൊന്നും വെറുതെ നേരം പോക്കിന് വന്നു പോകുന്ന അനുഭൂതികളല്ല. ശ്രദ്ധിക്കൂ, ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മുടെ ശരീരം നമ്മോട് സംസാരിക്കാൻ അവലംബിക്കുന്ന രീതികളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പേടിക്കാനുള്ളതല്ല, അതൊക്കെ ശരീരത്തിൻ്റെ സന്ദേശങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ്, എങ്ങനെയാണെന്ന് ശരീരം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന മാർഗങ്ങളാണ്. പക്ഷേ ശ്വസിക്കാൻ കഴിയാത്ത വിധം വർദ്ധിച്ചു വരുന്ന വേദന, അല്ലെങ്കിൽ എന്തോ കുത്തിക്കയറും പോലെ തുളയ്ക്കുന്ന ഷാർപ്പ് ആയിട്ടുള്ള വേദന, അങ്ങനെ ഉള്ളപ്പോഴേക്ക് ശരീരം പറയുന്നത് എത്രയും പെട്ടെന്ന് പരിശീലനം നിർത്തിവെക്കുക, അല്ലെങ്കിൽ പരിശീലനത്തിൻ്റെ തീവ്രത കുറയ്ക്കുക, ലഘൂകരിക്കുക എന്നുള്ള സന്ദേശമാണ്. അത്തരം സാഹചര്യങ്ങളിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ശ്വസിക്കാൻ കഴിയാത്ത വിധം വേദനയുള്ളപ്പോൾ, കുത്തിനോവുന്ന വേദനയുള്ളപ്പോൾ എത്രയും പെട്ടെന്ന് പരിശീലനം നിർത്തിവെക്കുക, അല്ലെങ്കിൽ ചെയ്യുന്ന യോഗാസനത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക. തുടർന്ന് ശവാസനത്തിൽ വിശ്രമിക്കാം, അല്ലെങ്കിൽ താടാസനത്തിൽ നിന്നുകൊണ്ട് ദീർഘമായി ശ്വസിച്ചുകൊണ്ട് ശരീരത്തെ ഹീൽ ചെയ്യാം. പക്ഷെ ഇതൊക്കെ ശ്രദ്ധിക്കാൻ ആർക്കാ സമയമല്ലേ? തുടർച്ചയായി വന്നു പോകുന്ന വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും മെസ്സേജ് നോട്ടിഫിക്കേഷൻസിൻ്റെ ഒക്കെ ഇടയിൽ വളരെ ശബ്ദ കോലാഹലങ്ങൾ നിറഞ്ഞ മനസ്സുമായി ഒരു നേർച്ച പോലെ ചെയ്തു തീർക്കുന്ന ഈ യോഗ പരിശീലനത്തിനിടയിൽ നമ്മളെ തന്നെ കേൾക്കാനായിട്ട് നമുക്കിവിടെ നേരമല്ലേ? അടുത്ത തവണ യോഗ ചെയ്യുമ്പോൾ ഓരോ യോഗാസനത്തിലും ശാന്തമായി ദീർഘപ്രാണായാമം ചെയ്യുക. ശ്രദ്ധാപൂർവം ശരീരത്തെ വീക്ഷിക്കുക. അത് നമുക്ക് ഉള്ളിൽ വളരെ അഗാധമായ ഒരു നിശബ്ദത സമ്മാനിക്കും. ദീർഘമായ ശ്വസനവും ശ്രദ്ധാപൂർവമായ ശ്രവണവും അഥവാ ഇന്നർ ലിസണിങ്, ഇവ ഒരുമിച്ച് ചേരുമ്പോൾ അസാധാരണമായ ഒരു മാറ്റം സംഭവിക്കും.
നമ്മുടെ ശരീരവും മനസ്സും ശ്വസനവും നമ്മളെ 3 വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങളായി തുടരില്ല. അവ ഒന്നായി ചേരും. യോഗ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥവും അത് തന്നെയാണ്. ഒന്നായി ചേരുക, പൊരുത്തപ്പെടുക. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു യോഗാസനമല്ല നമ്മുടെ ലക്ഷ്യം. അല്ലെങ്കിൽ അത്യന്തം വഴക്കമുള്ള സൂപ്പർ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നട്ടൽ, ഒരു സ്പൈൻ മാത്രമായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ശരീരവും മനസ്സും ശ്വസന പ്രക്രിയയും വളരെ പൊരുത്തപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഐക്യമാവണം നമ്മുടെ ലക്ഷ്യം. ഈ വക കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക അത്ര സങ്കീർണമായ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് തന്നെ പരിശീലിച്ച് നോക്കാം. അടുത്ത തവണ യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ ഒരു യോഗാസനത്തിലിരിക്കുമ്പോൾ അടുത്ത എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കാതെ ആ യോഗാസനത്തിൽ സ്ഥിരത നേടാനായിട്ട് കഴിയുക. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, അധികം വെപ്രാളം കൂടാതെ. നമ്മുടെ പതഞ്ജലി മഹർഷി പറഞ്ഞത് ഓർക്കുക, സ്ഥിര സുഖ ആസനം. ഒരു ആസനത്തിൽ സ്ഥിരമായി സുഖമായിരിക്കുമ്പോഴേക്കാണ് അതൊരു യോഗാസനമായിട്ട് മാറുന്നത്. എങ്ങനെയാണ് ഒരു യോഗാസനം സ്വസ്ഥമാണ് എന്ന് തിരിച്ചറിയുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ യോഗാസനത്തിലായിരിക്കുമ്പോഴേക്ക് കുത്തിനോവിക്കുന്ന തരത്തിലുള്ള വേദനകളില്ലാതെ നമുക്ക് ശാന്തമായി ശ്വാസോച്ഛ്വാസം ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ യോഗാസനത്തിൽ കംഫർട്ടബിൾ ആണ്. ഈ സമയത്ത് ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള അത്യന്തമായ ഒരു കൗതുകം കൂടി കാത്തു സൂക്ഷിക്കുക. അപ്പോഴാണ് ഒരു കാപ്പിക്കും ചായയ്ക്കും വാട്സപ്പ് മെസ്സേജിനും സോഷ്യൽ മീഡിയ പോസ്റ്റിനും ഹോളിഡേക്കും തരാൻ പറ്റാത്ത വിധമുള്ള ഒരു ആനന്ദം, ഒരു അനുഭൂതി നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. അത് ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ അവഗണിക്കാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കില്ല, തീർച്ച. മുഖത്തെ പേശികളൊക്കെ റിലാക്സ് ചെയ്ത്, ഷോൾഡറൊക്കെ അയച്ചിട്ട്, കണ്ണുകൾ അടച്ച് മെല്ലെ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട്, ശരീരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് സ്വയം ചോദിക്കുക, ഈ നിമിഷം എൻ്റെ ശരീരത്തിന് എന്നോട് എന്താണ് പറയാനുള്ളത്? എന്നിട്ട് കേൾക്കുക. വിധി എഴുതാതെ, ജഡ്ജ് ചെയ്യാതെ, വെറുതെ കേൾക്കുക. ഒരു നല്ല സുഹൃത്തിനെ കേൾക്കും പോലെ. അത്രയേ ഉള്ളൂ. ഇത് തന്നെ എല്ലാ യോഗാസനങ്ങളിലും ആവർത്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ പരിശീലനവും ഒരു ധ്യാനമായി മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമാണെന്ന് തോന്നുമെങ്കിൽ ഇത് ആവശ്യമുള്ള മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുതേ. അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിൽ ഷെയർ ചെയ്താൽ അത് മറ്റുള്ളവർക്കും ഇൻസ്പിറേഷനായിട്ട് മാറും. ഇനി വളരെ നിസ്സാരമായ ഒരു കാര്യം കൂടി ആവശ്യപ്പെടാനുണ്ട്. ഇനിയും നമ്മുടെ ഈ വൈറ്റാലിറ്റി ക്യൂൻസ് എന്ന ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അത് ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആവും കൂടുതൽ വീഡിയോകൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.